എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു പ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പോൾ ഈ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്ടാ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടാ. അപ്പൊ നമുക്ക് ഈ റെസിപ്പി നോക്കിയാലോ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഇടല നമ്മള് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ ഇത്. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണേക്കാളും കുറവായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അത്. അതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ടല്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമ്മളോടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാബേജ് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം സവാള ഇതൊക്കെ ഒരു 1/2 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ അതേ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇതൊരു 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അതും കൂടി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് വളരെ നൈസായിട്ടൊന്നും ചിക്കി പൊരിക്കേണ്ട. അത്യാവശ്യം ഈ ഒരു സൈസിൽ വേണം നമുക്കൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഓയിലൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വരും. അപ്പോൾ ഇതൊരു നന്നായിട്ട് വെന്ത് നല്ലോണം മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ എല്ലാതും നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ സവോള ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വളരെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൈഡ് റൈസിലൊക്കെ അറിയാം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കടിക്കും. അപ്പം അതേ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ബീൻസ് അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീൻസും ക്യാരറ്റും ഒക്കെ കുറച്ചും കൂടി ഒന്ന് മറ്റ് പച്ചക്കറീനെ അപേക്ഷിച്ച് വേവ് ഇത്തിരി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ബീൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാബേജും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം സോയാ സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.25 കപ്പ് റൈസാണ് കേട്ടോ വേവിച്ചെടുത്തുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 3/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്.
പിന്നെ ഇതിലേക്ക് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെ നമുക്ക് വെന്ത് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അരിയൊക്കെ ഉണ്ടല്ലോ ഒട്ടാണ്ട് ഇതേപോലെ നന്നായിട്ട് കിട്ടും ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇതേപോലെ റൈസ് തലേ ദിവസം ഇങ്ങനെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയിട്ടാ. പിന്നെ അതേ ഇതിനെ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മുട്ടയും അതുപോലെ തന്നെ അതേ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും റൈസ് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതേ ബാക്കിയുള്ള റൈസും കൂടിയും ഇതിന് മുകളിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുട്ടയും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ സോസും അതുപോലെ തന്നെ ആ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇതും കൂടിയും കഴിഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയുള്ള ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ അതേ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിന് ശേഷം ഇതേപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒന്ന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ റൈസ് കണ്ടോ ഒട്ടു പിടിക്കാണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതേപോലുള്ള ഒരു റെസിപ്പി മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.